ഹായ് ഫ്രണ്ട്സ്, ഓണ സ്പെഷ്യൽ റെസിപ്പിയുടെ മൂന്നാം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപയർ പായസം തയ്യാറാക്കാം. ആദ്യം 1 കപ്പ് ചെറുപയർ എടുത്ത് അത് നന്നായി കഴുകി വെള്ളം മുഴുവൻ വാർന്നതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഉണങ്ങാൻ വയ്ക്കാം. പരിപ്പ് നന്നായി ഉണങ്ങിയ ശേഷം ഒരു ഫ്രൈങ് പാനിലിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് വറുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം. അതൊരു കുക്കറിലേക്ക് മാറ്റി സെയിം കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളവും ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് 3 വിസിൽ വരുന്നത് വരെ അത് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കും. അതേസമയം തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടി 3 കപ്പ് തേങ്ങ ചിരകിയതും 3 കപ്പ് ചെറു ചൂടുവെള്ളവും ചേർത്ത് മിക്സിയിൽ അരച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഇനി ഒരു പാനിൽ 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ തീരെ ചെറുതായി അരിഞ്ഞ ഒരു പിടി തേങ്ങ വറുത്ത് കോരി അതേ നെയ്യിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സും ഇട്ട് വറുത്ത് കോരി അതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരിയും ഇട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ആ നെയ്യിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്തിളക്കി മാറ്റി വയ്ക്കുക. വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണെങ്കിൽ ഡയറക്റ്റായി ചേർക്കാവുന്നതാണ്. നന്നായി വെന്തുടഞ്ഞ പരിപ്പിലേക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയിൽ നിന്ന് 2 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് നന്നായി ഇളക്കുക. ശർക്കരയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കുന്നത് കൊണ്ട് അതിനകത്തുള്ള കല്ലും മണ്ണുമെല്ലാം മാറാൻ സഹായിക്കും. തുടർന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിളക്കി പായസം തിളപ്പിക്കുക. പായസം കുറുകി വരുമ്പോൾ ജീരകപ്പൊടിയും നെയ്യും ഏലക്കാപ്പൊടിയും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചേർത്തിളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ പായസം സെർവിങ് ബോളിലേക്ക് മാറ്റാം. മുകളിലായി ഡെക്കറേഷനായി മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സും വിതറി ചൂടോടുകൂടി നമുക്ക് നമ്മുടെ രുചികരമായ പായസം വിളമ്പാം. See you soon with my next video.